കൂട്ടുകാരെ, എല്ലാവർക്കും ലതികാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ രാവിലെ തന്നെ വീണ്ടും പണികളുമായി വന്നിട്ടുണ്ട്. രാവിലെ കുറച്ചൊരു ചിക്കൻ കറി തോരൻ വയ്ക്കണം. അങ്ങനെ ചിക്കൻ തോരന് വേണ്ടി ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയൊക്കെ അരിയണതാണ്. പിന്നെ കുറേ പിണംപുളി, അതായത് കുടംപുളി അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനെ ഞാൻ ഒരു പഴയ പാനിൻ്റെ പുറത്ത് വെച്ച് കുറേയൊക്കെ ഉണക്കി പറക്കിയെടുത്തു. കുറച്ചൊക്കെ ഇനി അവിടെ ഇരിപ്പുണ്ട്. അതിനെയൊക്കെ കൂടെ ബാക്കിയും കൂടെ ഉണക്കി പറക്കിയെടുക്കുക. അങ്ങനെ ചിക്കൻ തോരന് വേണ്ടിയുള്ള ഉള്ളികളൊക്കെ ഞാൻ അരിഞ്ഞ് പറക്കി എടുക്കുന്നതാണ്. അപ്പം എന്താ പറയുക, എൻ്റെ ലൈഫ് സ്റ്റോറിയൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിവാഹ ജീവിതത്തിൽ ഫസ്റ്റ് 5-ാം ദിവസം കിട്ടിയതുപോലെ തന്നെ പിന്നെ തുടർ നാടകം പോലെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ അടിയും ഇടിയും ചവിട്ടും കുത്തും ഒക്കെ കിട്ടുമായിരുന്നു. അത്രയ്ക്ക് നല്ല സൽസ്വഭാവ സൽഗുണസമ്പന്നനായിരുന്നു ആ വ്യക്തി. ആ വ്യക്തിയുടെ പേരോ ജോലിയോ ഒന്നും ഞാൻ പറയുന്നില്ല. ഒരു ഗവൺമെൻറ് ജോലി തന്നെയായിരുന്നു. ജോലി ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ജോലി ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് തോന്നണില്ല. എന്ന് പറഞ്ഞാൽ വീട്ടിലൊന്നും തരയോ വീട്ടുകാര്യങ്ങൾ നോക്കുകയോ ചെയ്യണ ഒരാളായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ഒന്നും വലുതായിട്ട് അറിയില്ല. എന്ന് പറഞ്ഞാൽ എൻ്റെ വിവാഹം കഴിഞ്ഞ ശേഷം എനിക്കറിയില്ല, അവരെ വീട്ടിലായിരുന്നപ്പോഴും അവിടെയും വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. വീട്ടിലൊന്നും അയാളൊന്നും കൊടുക്കണ സ്വഭാവക്കാരനല്ല. അവിടെ ഇത്തിരി പ്രാരാബ്ദങ്ങളും കഷ്ടതയും ദുഃഖവും ഒക്കെ ഉള്ള വീടായിരുന്നു. അപ്പോൾ അവർക്കും വലിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരാരെയും ഞാൻ ഈ കഥയിൽ എടുത്തിടുന്നില്ല. അവരെല്ലാം കുടുംബങ്ങളും കുട്ടികളുമായിട്ടൊക്കെ സന്തോഷമായിട്ട് ജീവിക്കുന്നതാണ്. അവരെ ഞാൻ നാണം കെടുത്താൻ വേണ്ടി തയ്യാറില്ല. എൻ്റെ കഥ മാത്രമേ ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ. അങ്ങനെ നിരന്തരമായ പീഡനങ്ങളും അടിയും ഇടിയും ചവിട്ടും അതിൻ്റെ ഇടയിലുള്ള നമ്മളുടെ ആദ്യകാല ജീവിതങ്ങളും ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴഞ്ഞു പോവുമായിരുന്നു. ഒരു പരിധി കഴിഞ്ഞപ്പോൾ എനിക്ക് വീട്ടിൽ അറിയിക്കേണ്ടി വന്നു, എന്നെ ഇങ്ങനെ നിരന്തര പീഡനമാണ്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമായിരുന്നു. പിന്നെ അച്ഛനും അമ്മയൊക്കെ ഇടപെടുകയും സഹോദരനൊക്കെ ഇടപെടുകയും കുറച്ച് ദിവസമൊക്കെ കുറച്ച് അങ്ങനെ സമാധാനമായിട്ട് പോകും. അങ്ങനെ പിന്നെ എന്താ പറയുക, ഒരു രീതിയിലും ഒത്തിണങ്ങി പോകാൻ പറ്റുന്ന ഒരാളല്ല. പക്ഷെ അങ്ങനെയൊന്നും ഞാനങ്ങ് പിടിച്ചു പോയി. ചെറിയ പ്രായമാണ്, ആ പ്രായത്തിൻ്റെ ഇതിലാണോ എന്താണെന്നറിയില്ല, പിടിച്ചങ്ങ് പോയി എന്ന് മാത്രം. വർഷങ്ങളോളം കാലങ്ങളോളം നീണ്ടു പോയി കേട്ടോ. അങ്ങനെ ഞാൻ ആദ്യകാലങ്ങളിൽ തന്നെ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല, പറഞ്ഞേ പറ്റുള്ളൂ. അപ്പം ഞാനൊരു തോരൻ വയ്ക്കാൻ പോവുകയാണ് കേട്ടോ. ചിക്കൻ തോരൻ കണ്ട ഉള്ളി, സവാള, ചുവന്നുള്ളിയും സവാളയൊക്കെ അരിഞ്ഞു വെച്ചു. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇടിച്ചു വെച്ചു. അത് കഴിഞ്ഞ് കടുക് വറുക്കാനായിട്ട് മുളകും കറിവേപ്പിലയൊക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂപ്പിക്കാനിട്ടു. അതൊന്ന് നല്ലവണ്ണം വാടി വരുമ്പോഴത്തേക്കും നമുക്ക് ചെറിയ ഉള്ളി ആദ്യം ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇട്ട് കുറച്ചൊന്ന് വാടിയതിന് ശേഷമേ സവാള ഇടുന്നുള്ളൂ. അങ്ങനെ ഞാൻ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു. ചെറിയ ഉള്ളി ഇട്ട് കുറച്ചൊന്ന് വാടിയതിന് ശേഷം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. അങ്ങനെ സവാളയൊക്കെ ഇട്ട് കൊടുത്തു. അയ്യോ, ഒന്നും പറയണ്ട കേട്ടോ. അങ്ങനെ സവാളയൊക്കെ ഇട്ട് കുറച്ചൊന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾ ഇതെല്ലാം കൂടി, ഞാൻ തോരന് മല്ലിപ്പൊടി ഇടും കേട്ടോ കുറച്ച്, എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് തട്ടി മൂപ്പിച്ചെടുക്കണം. അത് നല്ലവണ്ണം മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ചിക്കൻ കാരനെ ഒന്ന് വാരിയും ഇട്ട് കൊടുക്കാം. അങ്ങനെ ചിക്കൻ ചേട്ടനെ വാരി ഇട്ട് കൊടുത്ത്, അത് നല്ല വേവുള്ള ചിക്കനായിരുന്നു കേട്ടോ. മുട്ടക്കോഴിയായിരുന്നു. കുറച്ചേ എടുത്ത് വെച്ചിട്ടുള്ളൂ, ബാക്കി ഇരിപ്പുണ്ട്. അതിനെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ആവി കയറ്റാൻ വേണ്ടി. അത് ആവി കയറ്റി കുറച്ച് പെരിഞ്ചീരകം ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് വേവിക്കാം. എന്നിട്ട് കുറച്ച് തക്കാളിക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള തേങ്ങയും പെരിഞ്ചീരകവും എല്ലാം കൂടെ നമുക്ക് അമ്മിയിൽ വെച്ചൊന്ന് അരച്ചെടുക്കാം. മിക്സിയിൽ അരയ്ക്കുമ്പോൾ അത്ര ടേസ്റ്റ് പോരാ. കുറച്ച് കറിവേപ്പില എല്ലാം കൂടി അരച്ച് അതിലങ്ങോട്ട് തട്ടി കുഴച്ച് അടിപൊളിയായി എടുക്കുമ്പോൾ ചിക്കൻ തോരൻ റെഡിയാണ് കേട്ടോ. സൂപ്പറെന്ന് പറഞ്ഞാൽ സൂപ്പറാണല്ലേ, എല്ലാവർക്കും അറിയാമെന്നുള്ള. പിന്നെ കുറച്ച് കുരുമുളക് ചതച്ചിട്ട് കൊടുത്തു. പിന്നെ ഒരു 2 സ്പൂണോളം പച്ച വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് കറിവേപ്പില, അങ്ങനെ പച്ച വെളിച്ചെണ്ണ അങ്ങനെ അങ്ങോട്ട് തൂകി അടുപ്പൊക്കെ ഓഫ് ചെയ്തിട്ട് അങ്ങോട്ട് തൂകിയിട്ട് അത് ഇളക്കുകയും മറിക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെ അടച്ചങ്ങ് വച്ചു. പിന്നെ ഇനി എന്തൊക്കെ സന്തോഷമാണെന്ന് പറഞ്ഞ് കുറച്ച് പിച്ചിപ്പ് കൂടെ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ പറിച്ചൊക്കെ കെട്ടിപ്പറക്കി വെച്ചു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷമൊന്നും ഉണ്ടാവുമെന്ന് തോന്നണില്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്ക് വേണ്ടി എന്ത് ചെയ്താലും അത് തിരിച്ചടി മാത്രമേ കിട്ടിയിട്ടുള്ളൂ. തിരിച്ചടി തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നതും. നമുക്ക് ആരെയും കുറ്റം പറയാനും ഒന്നും അറിഞ്ഞുകൂടാത്തത് കൊണ്ട് നമുക്കെതിരെ പാരപണിയുകയും നമ്മളെ അതും ഇതും പറഞ്ഞ് മറ്റുള്ളവരെ പിരികയറ്റുകയും ചെയ്യുന്ന സ്വഭാവക്കാരെ നമുക്ക് മനസ്സിലാവാൻ കുറച്ച് വൈകും. അവരുടെ ലീലാവിലാസങ്ങളിൽ നമ്മളങ്ങ് എന്തോക്കെ ആയിപ്പോവും. അങ്ങനെ ഞാൻ എന്തോ സന്തോഷത്തിൻ്റെ പേരിൽ പൂവൊക്കെ കെട്ടാണ് 1000 ദുഃഖങ്ങളാണ് കേട്ടോ മനസ്സിൽ നിറച്ച്. ദുഃഖം മാത്രമേ എൻ്റെ ജീവിതത്തിലുള്ളൂ. നമുക്ക് പാര പണിയുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ മന്ദബുദ്ധികളൊന്നുമല്ല,
ആ മന്ദബുദ്ധി അല്ലാത്തത് കൊണ്ട് എവിടെ കൂടി ചവിട്ടി വന്നാലും മനസ്സിലാവണുണ്ട്. പക്ഷേ ഈ പറയുന്ന ആൾക്കാരുടെ വിചാരം അവർക്ക് മാത്രമേ എല്ലാം മനസ്സിലാവുള്ളൂ, മറ്റുള്ളവരെല്ലാം മന്ദബുദ്ധികളാണെന്നാണ് കരുതുന്നത്. പക്ഷെ എനിക്ക് എത്ര കിട്ടിയാലും പഠിക്കില്ല കേട്ടോ. ഞാൻ എത്ര കിട്ടിയാലും ഞാൻ വീണ്ടും വീണ്ടും മറ്റുള്ളവരെ സഹായിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം അനുഭവിക്കുകയൊക്കെ ചെയ്യും. അതിനെനിക്ക് നല്ല ഒലക്ക കൊണ്ടുള്ള അടിയും ഇടിയൊക്കെ തന്നെയാണ് തിരിച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ഇനിയെങ്കിലും ഒരു പാഠമാക്കി എടുത്ത് സ്വന്തം കാര്യം സ്വന്തമാവുക. ഇനി വയസ്സം കാലത്തെങ്കിലും അങ്ങനെ ജീവിക്കാൻ പഠിക്കണം. അങ്ങനെ പഠിക്കണമെന്ന് വിചാരിച്ച് തന്നെയാണ് ഞാനിപ്പം മുന്നോട്ട് പോണത്. പിന്നെ എന്താ പറയുക, എത്ര കിട്ടിയാലും പഠിക്കാത്തൊരു ജന്മമായിട്ട് തന്നെയാണ് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, ഞാൻ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്. ഒന്നിൽ സ്വയം ജീവിക്കാൻ പഠിക്കണം. അല്ലെങ്കിൽ എന്തിനാണ് മറ്റുള്ളവരുടെ അപമാനവും അപരാധവും നമ്മളറിയാത്തയും പറയാത്തയും കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയണതും സത്യം